വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ ഒന്നാം ചോദ്യം 51. അവൻ തുടർന്നു, ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും എന്തുയർത്തും? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തല. ക്വസ്റ്റ്യൻ നമ്പർ 52. അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ആരെ അവൻ്റെ അടുത്ത് അവർ കൊണ്ടുവന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശിശുക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 53. ആരുടെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണ് എന്നാണ് ഉദിച്ചുയർന്ന സൂര്യൻ പ്രഘോഷിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അത്യുന്നതന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 54. ഞാൻ നിനക്ക് വർഷം തോറും 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം. ആര് ആരോട് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മിക്ക ലേവ്യനോട് പറഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 55. ജഫ്തായുടെ മകൾ പർവ്വതങ്ങളിൽ ആരോടൊപ്പം താമസിച്ച് തന്റെ കന്യകാത്വത്തെ പറ്റി വിലപിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സഖിമാരോടൊപ്പം. ക്വസ്റ്റ്യൻ നമ്പർ 56. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന ആൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന് അവനോട് ചോദിച്ചു, ഇവളോട് സംസാരിച്ചവൻ നീയോ? അവൻ പറഞ്ഞ മറുപടി എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഞാൻ തന്നെ. ക്വസ്റ്റ്യൻ നമ്പർ 57. കഴുതകൾക്ക് വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസനും ദാസിക്കും ഈ ഡാഷ് വേണ്ട അപ്പവും വീഞ്ഞും ഞങ്ങളുടെ കൈവശമുണ്ട്, ഒന്നിനും കുറവില്ല. ന്യായാധിപന്മാർ 19 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ചെറുപ്പക്കാരനും. ക്വസ്റ്റ്യൻ നമ്പർ 58. സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു. കർത്താവിൻ്റെ ഡാഷ് എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മഹത്വം. ക്വസ്റ്റ്യൻ നമ്പർ 59. സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത. സ്ത്രീയാണ് ഡാഷ് അപമാനവും വരുത്തുന്നത്. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ലജ്ജയും. ക്വസ്റ്റ്യൻ നമ്പർ 60. അവൻ മഹിമേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് സർവാലങ്കാരഭൂഷിതനായി വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ച് വിശുദ്ധ കൂടാരത്തിന്റെ അങ്കണത്തെ ഡാഷ് ആക്കി. പ്രഭാഷകൻ 50 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മഹത്വപൂർണമാക്കി. ക്വസ്റ്റ്യൻ നമ്പർ 61. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ആരെ സ്നേഹിക്കണം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഭാര്യമാരെ. ക്വസ്റ്റ്യൻ നമ്പർ 62.
എന്തിനെ ഭയപ്പെടേണ്ട? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മരണവിധിയെ. ക്വസ്റ്റ്യൻ നമ്പർ 63. സമൂഹം മുഴുവൻ ഒന്നു ചേർന്ന് റിമോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ ആളയച്ചു. എന്ത് പ്രഖ്യാപനം നടത്തി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സമാധാന പ്രഖ്യാപനം. ക്വസ്റ്റ്യൻ നമ്പർ 64. ദുഷ്ടന് ജ്വലിക്കുന്ന എന്തിനെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയം എടുക്കുവിൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കൂരമ്പുകളെ. ക്വസ്റ്റ്യൻ നമ്പർ 65. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക. എന്ത് ചെയ്താൽ ആണ് അവനോട് ക്ഷമിക്കുക എന്ന് യേശു പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പശ്ചാത്തപിച്ചാൽ. ക്വസ്റ്റ്യൻ നമ്പർ 66. എവിടേക്കുള്ള യാത്രയിലാണ് യേശു സമരിയായ്ക്കും ഗലീലയ്ക്കും മധ്യേ കടന്നു പോവുകയായിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ജെറുസലേമിലേക്കുള്ള. ക്വസ്റ്റ്യൻ നമ്പർ 67. സമയമായപ്പോൾ എന്തിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് അവൻ ഒരു ഭൃത്യനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മുന്തിരിപ്പഴങ്ങളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 68. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാക്കത്തക്കവണ്ണം ഈ ഡാഷ് വന്നു ഭവിച്ചത് എന്തുകൊണ്ട്? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നാശം. ക്വസ്റ്റ്യൻ നമ്പർ 69. മരണവിധിയെ ഭയപ്പെടേണ്ട, നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക. മർത്യവർഗത്തിനുള്ള ആരുടെ തീർപ്പാണിത്? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കർത്താവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 70. ഈ യുഗത്തിന്റെ സന്താനങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. ഇത് ആരുടെ വാക്കുകൾ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശുവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 71. സ്ത്രീയുടെ എന്തിനേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നന്മ. ക്വസ്റ്റ്യൻ നമ്പർ 72. ആരിൽ ഒരുവനും സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവനുമായ യൂദാസിൽ സാത്താൻ പ്രവേശിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 12 പേരിൽ. ക്വസ്റ്റ്യൻ നമ്പർ 73. ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നത് ഏത് ദിനങ്ങളാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഉത്സവ ദിനങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 74. പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട് എന്ത് നിറഞ്ഞിരുന്നു? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കെട്ടിടം. ക്വസ്റ്റ്യൻ നമ്പർ 75. ആരുടെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അത്യുന്നതന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 76. ഗിലെയാദ്കാരനായ ജെഫ്ത ശക്തനായ സേനാനിയായിരുന്നു. പക്ഷേ അവൻ വേശ്യാപുത്രനായിരുന്നു. ആരായിരുന്നു അവന്റെ പിതാവ്? ന്യായാധിപന്മാർ 11 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഗിലെയാദ്. ക്വസ്റ്റ്യൻ നമ്പർ 77.
അവർക്കാകട്ടെ ഈ വാക്കുകൾ കെട്ടുകഥ പോലെ തോന്നിയുള്ളൂ. അവർ ആരെ വിശ്വസിച്ചില്ല. ആർക്ക്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ശിഷ്യർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 78. വസ്ത്രങ്ങളിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് എന്ത് വരുന്നു? പ്രഭാഷകൻ 42 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദുഷ്ടത. ക്വസ്റ്റ്യൻ നമ്പർ 79. സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ എന്ത് നിലനിർത്താനാണ് ജാഗരൂകരായിരിക്കേണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഐക്യം. ക്വസ്റ്റ്യൻ നമ്പർ 80. സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ നിവാസികൾ അറിഞ്ഞു. അവർ അവിടം വളഞ്ഞു. എപ്പോൾ മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്നു? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, രാത്രി. ക്വസ്റ്റ്യൻ നമ്പർ 81. ദൈവം ശത്രുക്കളുടെ മേൽ എന്തയച്ചു? നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് നന്മ ചെയ്തു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കൊടുങ്കാറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 82. എല്ലാ ദിവസവും യേശു എവിടെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 83. ലോത്തിന്റെ നാളുകളിലും അങ്ങനെ തന്നെയായിരുന്നു. അവർ തിന്നുകയും കുടിക്കുകയും ഡാഷ് വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വാങ്ങുകയും. ക്വസ്റ്റ്യൻ നമ്പർ 84. എത്ര പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 12 പ്രവാചകന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 85. ഒരു മനുഷ്യൻ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതാരെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ദീർഘനാളത്തേക്ക് അവിടെ നിന്ന് പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കൃഷിക്കാരെ. ക്വസ്റ്റ്യൻ നമ്പർ 86. അവൻ ശിഷ്യരോട് പറഞ്ഞു, മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലൊന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡാഷ് വരും, എന്നാൽ നിങ്ങൾ കാണുകയില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സമയം. ക്വസ്റ്റ്യൻ നമ്പർ 87. എല്ലാ ഇടപാടുകളിലും കണക്ക് വയ്ക്കണം. ക്രിയവിക്രയങ്ങളിൽ എന്ത് സൂക്ഷിക്കണം? പ്രഭാഷകൻ 42 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, രേഖ. ക്വസ്റ്റ്യൻ നമ്പർ 88. അവർ ബഥേലിൽ വന്നു. സായാഹ്നം വരെ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ എപ്രകാരം കരഞ്ഞു? ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കൈപ്പോടെ. ക്വസ്റ്റ്യൻ നമ്പർ 89. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ദാൻ ഗോത്രക്കാർ എന്ത് ചെയ്യാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത്? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അധിവസിക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 90. നിന്റെ മേൽ പ്രകാശിക്കുന്നത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 91. ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും ദൈവജനത്തിന് ഡാഷ് ഹാജരായി. ന്യായാധിപന്മാർ 20 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സഭയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 92. ആ ഡാഷ് ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട്, എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. പൂരിപ്പിക്കുക.
ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പട്ടണത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 93. ആര്യ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മനുഷ്യപുത്രൻ. ക്വസ്റ്റ്യൻ നമ്പർ 94. സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ആർക്ക് വിധേയമായിരിക്കണം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഭർത്താക്കന്മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 95. ദുഷ്ടനായ ദാസന് എന്തു കൊടുക്കുക? പ്രഭാഷകൻ 42-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, തക്ക ശിക്ഷ. ക്വസ്റ്റ്യൻ നമ്പർ 96. ഇനിയും നിനക്കൊരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക. ആര് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ലൂക്ക് യേശു പറഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 97. സ്ത്രീയുടെ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത. സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. പ്രഭാഷകൻ 42-ൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നന്മയേക്കാൾ. ക്വസ്റ്റ്യൻ നമ്പർ 98. എന്താവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക. പ്രഭാഷകൻ 41-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പരദൂഷണം. ക്വസ്റ്റ്യൻ നമ്പർ 99. നിങ്ങളുടെ ലൗകിക യജമാനന്മാരെ ക്രിസ്തുവിനെ എന്ന പോലെ ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ എന്ത് ചെയ്യണം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അനുസരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 100. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചൂടോടെ ഇളകി ഡാഷ് എന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കടലിൽ. നന്ദി. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം. കർത്താവിന്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു ആര്യയെ പ്രസവിക്കും. ന്യായാധിപന്മാർ 13-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പുത്രനെ. ക്വസ്റ്റ്യൻ നമ്പർ 2. യേശു ജെറീക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിലിരുന്ന് എന്ത് യാചിക്കുന്നുണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഭിക്ഷ. ക്വസ്റ്റ്യൻ നമ്പർ 3. എന്തുപോലെയാണ് സഹോദരന്മാർ ശിമയോനെ ചുറ്റി നിന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പൂമാല പോലെ. ക്വസ്റ്റ്യൻ നമ്പർ 4. ഏത് ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു? അവിടുന്ന് അവരെ 40 വർഷത്തേക്ക് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചു. ന്യായാധിപന്മാർ 13-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 5. മനുഷ്യപുത്രൻ ആരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ലൂക്ക 24-ൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പാപികളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 6. ജഫ്ത ഇസ്രായേലിൽ 6 വർഷം ന്യായപാലനം നടത്തി. ഗിലെയാദുകാരനായ ജഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായ എവിടെ അടക്കപ്പെട്ടു? ന്യായാധിപന്മാർ 12-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഗിലെയാദിൽ. ക്വസ്റ്റ്യൻ നമ്പർ 7. ആരുടെ സന്തതികളിൽ എന്നാണ് കർത്താവ് മോശയെ ഉയർത്തിയത്?
ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, യാക്കോബിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 8. കർത്താവിൻ്റെ ആര് അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ന്യായാധിപന്മാർ 13 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ദൂതൻ. ക്വസ്റ്റ്യൻ നമ്പർ 9. എഫേസോസ് 3-ാം അധ്യായം 3-ാം വാക്യം പ്രകാരം വെളിപാട് വഴിയാണ് പൗലോസിന് എന്തറിവായത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, രഹസ്യം. ക്വസ്റ്റ്യൻ നമ്പർ 10. ആര് ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റയച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദൈവം. ക്വസ്റ്റ്യൻ നമ്പർ 11. കർത്താവിൻ്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാകുന്നതുവരെ ആര് കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു? പ്രഭാഷകൻ 50 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജനം. ക്വസ്റ്റ്യൻ നമ്പർ 12. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയം എവിടെ കഴിഞ്ഞുകൂടി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 13. ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനും വേണ്ടി അയച്ചത് ആരെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തിക്കിക്കോസ്. ക്വസ്റ്റ്യൻ നമ്പർ 14. കർത്താവ് ആരുടെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അഹറോന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 15. കർത്താവിൻ്റെ ആത്മാവ് എപ്രകാരം അവരുടെ മേൽ വന്നു? അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായി തീർന്നു, കെട്ടുകൾ അറ്റുവീണു. ന്യായാധിപന്മാർ 15 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ശക്തിയോടെ. ക്വസ്റ്റ്യൻ നമ്പർ 16. ഡാഷ് പറഞ്ഞു, നീതിരഹിതനായ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവിൻ. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 17. പൂർവപിതാക്കന്മാരുടെ എന്താണ് ജനതകൾ പ്രഘോഷിക്കും എന്ന് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിജ്ഞാനം. ക്വസ്റ്റ്യൻ നമ്പർ 18. തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും മനസ്സിലാക്കി അവനെ എന്ത് ചെയ്യാൻ ശ്രമിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കയ്യേറ്റം. ക്വസ്റ്റ്യൻ നമ്പർ 19. എന്നാൽ ആ ഡാഷ് അവിടെ പാർക്കാൻ അവൻ തയ്യാറായില്ല. ന്യായാധിപന്മാർ 19 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, രാത്രി. ക്വസ്റ്റ്യൻ നമ്പർ 20. അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ യേശു അവരിൽ നിന്ന് മറിയുകയും എവിടേക്ക് സംഹരിക്കപ്പെടുകയും ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സ്വർഗത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 21. യേശു എവിടെ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജെറിക്കോയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 22. അവൻ്റെ പൗരന്മാർ അവനെ വെറുത്തിരുന്നു. ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി അവർ ഒരു ഡാഷ് അവൻ്റെ പിന്നാലെ അയച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി,
പ്രതിനിധി സംഘത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 23. നമ്മുടെ ഡാഷ് നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കർത്താവായ ദൈവത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 24. അവൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവനെ നശിപ്പിക്കാൻ എന്തന്വേഷിച്ചുകൊണ്ടിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മാർഗം. ക്വസ്റ്റ്യൻ നമ്പർ 25. യുദ്ധങ്ങളെയും ഡാഷ് കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ്, എന്നാൽ അവസാനം ഇനിയും ആയിട്ടില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കലഹങ്ങളെയും. ക്വസ്റ്റ്യൻ നമ്പർ 26. നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും എങ്ങനെ പ്രകീർത്തിക്കാം എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, തലമുറ ക്രമത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 27. ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടു. ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഡാഷ് ജനം ആവശ്യപ്പെട്ടു. ന്യായാധിപന്മാർ 20 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 28. മരണവിധിയെ ഭയപ്പെടേണ്ട, നിന്റെ എന്തിനെക്കുറിച്ച് ഓർക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും. ക്വസ്റ്റ്യൻ നമ്പർ 29. ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഡാഷ് അവൻ അടിസ്ഥാനമിട്ടു. പ്രഭാഷകൻ 50 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഇരട്ട മതിലിന്. ക്വസ്റ്റ്യൻ നമ്പർ 30. കർത്താവിൻ്റെ പ്രവൃത്തികൾ എന്തുവഴി നിർവഹിക്കപ്പെടുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വചനം. ക്വസ്റ്റ്യൻ നമ്പർ 31. അവർ തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം എപ്പോഴാണ് കല്ലറയുടെ അടുത്തേക്ക് പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അതിരാവിലെ. ക്വസ്റ്റ്യൻ നമ്പർ 32. എഫ്രായിംകാരോട് എതിർത്ത് ഗിലെയാദുകാർ ജോർദാന്റെ കടവുകൾ എന്ത് ചെയ്തു? ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പിടിച്ചെടുത്തു. ക്വസ്റ്റ്യൻ നമ്പർ 33. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ എന്തിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് യേശു ഉച്ചത്തിൽ നിലവിളിച്ചത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ആത്മാവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 34. അവർക്ക് വേഗം നീതി നടത്തിക്കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ ഡാഷ് കണ്ടെത്തുമോ? ലൂക്ക 18-ാം അധ്യായം 8-ാം വാക്യത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വിശ്വാസം. ക്വസ്റ്റ്യൻ നമ്പർ 35. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ആര് ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് യേശു പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഒരു ന്യായാധിപൻ. ക്വസ്റ്റ്യൻ നമ്പർ 36. ഫിലിസ്തീനയുടെ കാലത്ത് 20 വർഷം സാംസൺ ഇസ്രായേലിൽ ആരായിരുന്നു? ന്യായാധിപന്മാർ 15 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ന്യായാധിപൻ. ക്വസ്റ്റ്യൻ നമ്പർ 37.
അത്യുന്നതന്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് എന്താണ് പ്രഘോഷിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഉദിച്ചുയരുന്ന സൂര്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 38. യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ എന്തിനെയാണ് കർത്താവ് സൃഷ്ടിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ചന്ദ്രനെ. ക്വസ്റ്റ്യൻ നമ്പർ 39. അതുപോലെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ എന്ത് സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവരാജ്യം. ക്വസ്റ്റ്യൻ നമ്പർ 40. അവിടുന്ന് മരിച്ചവരുടെ അല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. അവിടത്തേക്ക് എല്ലാവരും ആര് തന്നെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജീവിക്കുന്നവർ. ക്വസ്റ്റ്യൻ നമ്പർ 41. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന്റെ നാസീർവ്രതക്കാരനായിരിക്കും. അവൻ ഫിലിസ്ത്യരുടെ ഡാഷ് നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുവാൻ ആരംഭിക്കും. ന്യായാധിപന്മാർ 13 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കയ്യിൽ. ക്വസ്റ്റ്യൻ നമ്പർ 42. ആ തിമ്നാക്കാരൻ്റെ മരുമകനായ ഡാഷ് അവൻ്റെ ഭാര്യയെ അമ്മായിയപ്പൻ അവൻ്റെ കൂട്ടുകാരനെ കൊടുത്തത് കൊണ്ട് ചെയ്തതാണിത്. ന്യായാധിപന്മാർ 15 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാംസൺ. ക്വസ്റ്റ്യൻ നമ്പർ 43. സാംസൺ ഗാസയിലേക്ക് പോയി. അവിടെ ആരെ കണ്ടുമുട്ടി? അവളോട് കൂടി ശയിച്ചു. ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഒരു സ്വൈരിണിയെ. ക്വസ്റ്റ്യൻ നമ്പർ 44. ജനപ്രമാണികളും ഡാഷ് ഗോത്രങ്ങളിലെ നേതാക്കന്മാരും ദൈവജനത്തിന്റെ സഭയിൽ ഹാജരായി. ന്യായാധിപന്മാർ 20 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 45. ആരുടെ ഇടയിൽ നിന്നാണ് ദൈവം മോശയെ തെരഞ്ഞെടുത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാ ജനതകളുടെയും. ക്വസ്റ്റ്യൻ നമ്പർ 46. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് എപ്രകാരം അവനെ സ്വീകരിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സന്തോഷത്തോടെ. ക്വസ്റ്റ്യൻ നമ്പർ 47. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടി എവിടെ വരുന്നത് അവർ കാണും? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മേഘങ്ങളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 48. സാംസൺ തിമ്നായിലേക്ക് പോയി. അവിടെ വെച്ച് ഒരു ഏത് യുവതിയെ കണ്ടു? ന്യായാധിപന്മാർ 14 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഫിലിസ്ത്യ. ക്വസ്റ്റ്യൻ നമ്പർ 49. ഗിലെയാദുകാരനായ ജഫ്ത ശക്തനായ ആരായിരുന്നു? പക്ഷേ അവൻ വേശ്യാപുത്രനായിരുന്നു. ഗിലെയാദായിരുന്നു അവൻ്റെ പിതാവ്. ന്യായാധിപന്മാർ 11 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സേനാനി. ക്വസ്റ്റ്യൻ നമ്പർ 50. ഡാഷ് മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടു. ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടു. ന്യായാധിപന്മാർ 20 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇസ്രായേൽ.
വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്.